ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഊദ് കുവൈത്തിയാണ്. ഊദ് കുവൈത്തി ഇന്ന കമ്പനി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താനൊന്നും നമുക്ക് പറ്റൂല. ഊദ് കുവൈത്തി എല്ലാ ഷോപ്പുകളിലും അപ്പോൾ ഊദ് കുവൈത്തി ഇല്ലാന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ദിവസം ഒരു കസ്റ്റമറെങ്കിലും വന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരു ഐറ്റമാണ് ഊദ് കുവൈത്തി. എത്ര ഫാൻസി ഷോപ്പുകളിൽ പോലും സൂപ്പർ മാർക്കറ്റിലൊക്കെ അത്തറിൻ്റെ ഊതിൻ്റെ സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഊദ് കുവൈത്തി മസ്റ്റാണ്. പക്ഷെ നാട്ടിൽ ഒരുപാട് പിന്നെ ക്വാളിറ്റിയിൽ ഊതുകുവൈത്ത് നമ്മൾ പൊതുവെ കാണാറുണ്ട്. എൻ്റെ കയ്യിൽ നമ്മളെ ഷോപ്പിൽ 2 ഊതുകുവൈത്ത് വിൽക്കുന്നുണ്ട്. ഇതും വലിയ മോശക്കാരനൊന്നുമല്ല, എന്നെഴുതിയിട്ട് നമുക്ക് വലിയ ലാസ്റ്റിംഗ് ഒന്നും കറക്റ്റ് ഇതിന് പറയാൻ കഴിയില്ല. സ്മെല്ലിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഒറിജിനൽ ഊതുകുവൈത്ത് എൻ്റെ ഈ കയ്യിലിരിക്കുന്നതാണ്. അതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം കട്ടിയുള്ള കടുപ്പുള്ള കളറാണ്. ഉള്ളിലേക്ക് അത്യാവശ്യം നമുക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് കാണുന്നില്ല. ഊത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ഇന്നലെ ഞാൻ അലുമിനിയമിന്റെ ഊതും കൂടി ഇതേപോലെ റിവ്യൂ ചെയ്തു. സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. സ്റ്റോക്ക് പെട്ടെന്ന് വരും. ഈ ഊതുകുവൈത്തിന്റെ സ്മെല്ല് അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രാഗ്രൻസ് നോട്ട്സ് ഒക്കെ അറിയണം മനസ്സിലാക്കാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് 120 റുപ്പീസ് 3 ml ചാർജ് ചെയ്യുന്നുള്ളൂ. ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഞാൻ അത്ര തന്നെ നിങ്ങളോട് പക്ക പറയാനൊന്നും കഴിയില്ല. അതിനുള്ള പ്രൈസേ കിട്ടുന്നുള്ളൂ. ഇതാകുമ്പോൾ 220 റുപ്പീസ് ഇതിന് ചാർജ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി പക്കയാണ്. 6 ഹവറിന്റെ മുകൾക്ക് നമുക്ക് ഷുവറായിട്ട് ഇതിന് ലാസ്റ്റിംഗ് പറയാൻ പറ്റും. മിനിമം ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് 6 ഹവറിന്റെ മുകൾക്ക് ലാസ്റ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ആ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ക്യാഷ് മീൻസ് അത് നമ്മൾ റീഫണ്ട് ആക്കി തരുകയും ചെയ്യും. ഈ 6 ഹവറിന്റെ ഊതുകുവൈത്തി എന്നുള്ള 6 ഹവറിന്റെ പറയാൻ പറ്റുന്ന ഊതുകുവൈത്തി 220 റുപ്പീസാണ്. കല്ലാബ് ഇതിന്റെ വേറെ തന്നെ വീഡിയോ ചെയ്യാണ്ട് ഞാൻ ജസ്റ്റ് ഇതും കൂടി ഇതിന് പരിചയപ്പെടുത്തത്. ഊതിന്റെ ഒരു വീഡിയോ അതിനോട് ഊത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഊത് കല്ലാബും നല്ല ഒരു ഊതിന്റെ സ്മെല്ലാണ്. നമ്മളെ അഗറൂദിന്റെ സ്മെല്ലും അതേപോലെ തന്നെ ദഹനലൂദിന്റെ സ്മെല്ലൊക്കെ ഇതിൽ എവിടേക്കോ വന്നു പോകുന്നുണ്ട്. അജ്മലിന്റെ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് ഊത് കല്ലാബ് എന്ന് പറയുന്നത്. ഊത് കല്ലാബ് അവരെ നോട്ട്സ് പെട്ടത് തന്നെയാണ്. അപ്പോൾ ഊതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ ആവശ്യം കോൺടാക്ട് ചെയ്യുന്ന വീഡിയോക്ക് താഴെ നമ്പർ വെക്കാട്ടോ.